ഇതിന്റെ ഏറ്റവും വലിയ കാര്യം പറഞ്ഞു, ഒരാൾ തോറ്റു പോകുന്ന സമയത്ത് ഇപ്പൊ ഇവരൊന്നും എന്റെ അളിയനും മാമന്മാരും ഒന്നുമല്ല എനിക്ക് സിനിമ കൊണ്ട് തരാൻ അല്ലേ. ഇത്രയും പടങ്ങൾ കിട്ടുന്നു, തോറ്റു പോകുന്നു. ഞാൻ പല സ്ഥലത്തും ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് വീണ്ടും പടം. ഒരു പടം ഇവിടെ ഒരാളുടെ ഒരു ആക്ടറിന്റെ ഒരു ഡയറക്ടറിനെ പൊട്ടിക്കഴിഞ്ഞാൽ അയാൾ ഫീൽഡ് ഔട്ട് ആയി എന്ന് പറയുന്ന കാലത്താ വീണ്ടും പടങ്ങൾ. എത്ര പടങ്ങളാണ്? 13 പടം കഴിഞ്ഞ വർഷം എന്ന് പറയുന്നു. അതിന് മുന്നത്തെ വർഷം 12 പടം എന്ന് പറയുന്നു. അതെന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അത്രയും പടമില്ല? എന്തുകൊണ്ട് എനിക്ക് ഇത്രയും പടം? അതിന്റെ ഉത്തരം നീ പറ. അത് പറഞ്ഞിട്ട് ഒരാൾ തോറ്റുപോയി, 2 പടം തോറ്റു, പൊട്ടി, ഇതെല്ലാം പൊട്ടി, പലതും പൊട്ടി. വർഷം കേസ് ഓടി ഉടൽ എനിക്ക് അത്യാവശ്യം. അപ്പൊ നമ്മളെ റേഷ്യോ നോക്കും, നമ്മുടെ പടങ്ങൾ ഓടുമ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെടാത്തോണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഓടുന്ന നമ്മൾ ചെയ്യുന്ന പടങ്ങളുടെ എണ്ണം കൂടുതലാകുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ എണ്ണം കൂടുതലാകുമ്പോൾ റേഷ്യോ കുറയും. അപ്പൊ ഞാനും വളരെ ചൂസ് ചെയ്തിട്ട് ഞാൻ നോക്കി കഥ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ പറ്റും. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനോടൊരു അഭിനിവേശമോ കാരണം എനിക്ക് സിനിമയിൽ തന്നെ വേറെയും തൊഴിലുകൾ അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾട്ടർനേറ്റ് കരിയർ ഓപ്ഷൻ അതൊന്നും അറിയാത്ത ചില ആൾക്കാർക്ക് ഇവിടെ തന്നെ ഇരുന്ന് എന്റെ ഐഡിയോളജിയെ ഫോളോ ചെയ്യുന്ന എന്റെ ഡിസൈപ്പിൾ എന്നെ ഇവിടെ കുറ്റം പറഞ്ഞു. അതിന് ശക്തമായ പ്രതിഷേധം അറിയിക്കും.